ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരിമാരെ, സഹോദരന്മാരെ, ജീവിതത്തിൽ തെറ്റുകൾ എപ്പോഴെങ്കിലും വന്നുപോയെങ്കിൽ മനസ്സൊന്ന് റബ്ബിലേക്ക് തിരിക്കൂ. റബ്ബിലേക്ക് മനസ്സ് തിരിച്ചവരെ അല്ലാഹു തആല ആട്ടി ഓടിക്കുന്ന രാജാവല്ല, സ്വീകരിക്കുന്ന രാജാവാണ്. തൗബ സ്വീകരിക്കുന്ന രാജാവാണ്. ആ രാജാവിലേക്ക് മനസ്സ് ഖേദിച്ചുകൊണ്ട് മടങ്ങിയാൽ അല്ലാഹു തആല വലിയ സ്ഥാനം നൽകും കേട്ടോ, അല്ല രക്ഷപ്പെടുത്തും കേട്ടോ. ഒരു ചെറിയ ചരിത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്തെടുത്തൊരു സഹാബിയായിരുന്നു സഅലബത്ത് ബിൻ അബ്ദുർറഹ്മാൻ. ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിന്നു. ദൂരെ നിൽക്കുന്നവർ മജ്‌ലിസിലേക്ക് വന്നു. നമുക്ക് അല്ലാഹുവിനോട് തൗബ ചെയ്തൊന്ന് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസാക്കട്ടെ. സഅലബത്ത് ബിൻ അബ്ദുർറഹ്മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്തെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു പോകുന്ന സമയത്ത് അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ അവിടെ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. ഒരു പെണ്ണ് കുളിക്കുന്നുണ്ടായിരുന്നു. ആ കുളിക്കുന്ന പെണ്ണിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബിയായ സഅലബത്തിനോടൊന്നങ്ങ് നോക്കിപ്പോയി. വീണ്ടും ഒന്ന് കുളിക്കുന്ന പെണ്ണിനെ നോക്കിപ്പോയി. സുബ്ഹാനല്ലാഹ്. അപ്പൊ തന്നെ മനസ്സിൽ തൗബ വന്നു, മനസ്സിൽ അങ്ങേയറ്റത്തെ തൗബ വന്നു. ബഹുമാനപ്പെട്ട സഅലബത്ത് റളിയല്ലാഹു അൻഹു എന്ന് മനസ്സിൽ തൗബ വന്നു. ബഹുമാനപ്പെട്ടവരെ മനസ്സിലുള്ള ചിന്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങിയിട്ട് ഞാൻ ആ അന്യ പെണ്ണിനെ കുളിക്കുമ്പോ നോക്കിയത് അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞാലോ. സുബ്ഹാനല്ലാഹ്. ഞാനൊരു തെറ്റ് ചെയ്തു പോയെങ്കിൽ തന്നെ അത് പള്ളിയിലെ ഉസ്താദ് അറിയരുത്, ആലിമീങ്ങൾ അറിയരുത്, തങ്ങന്മാരറിയരുത്, നേതാക്കൾ അറിയരുത് എന്ന് ചിന്തിക്കുന്നില്ലേ? അതും ഒരു ഈമാനിന്റെ ഭാഗമാണ്. എന്ത് തെറ്റിയാലും ആരറിഞ്ഞാലും തർക്കേടില്ല, അത് ഈമാനില്ലാത്തതിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ആ പെണ്ണിനെ നോക്കിയത് വഹി മുഖേന അറിഞ്ഞാലോ. മഹാനവരുടെ മനസ്സ് പേടിച്ച് വിറച്ചു. മദീനയിൽ നിന്ന് ആണം കൊണ്ട് ബഹുമാനപ്പെട്ടവർ മക്ക മദീനയുടെ ഇടയ്ക്കുള്ള ഒരു പർവ്വതത്തിന്റെ ഇടയ്ക്കേക്ക് ഒരൊറ്റ ഓട്ടമാണ്, ഖേദിച്ചുകൊണ്ടുള്ള ഓട്ടമാണ്. അവിടെ ആരും ചെല്ലാത്ത പർവ്വതത്തിന്റെ ഇടയ്ക്ക് ബഹുമാനപ്പെട്ടവരങ്ങ് ചെന്നു. സുബ്ഹാനല്ലാഹ്. 40 ദിവസത്തോളം നാട്ടിലേക്ക് ഇറങ്ങാതെ അവിടെ തന്നെ കൂടി. മഹാനായ സഅലബത്തിന്റെ നാട്ടിൽ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, നബിയെ അങ്ങേക്ക് സലാം പറയുന്നുണ്ട് അല്ലാഹു തആല. നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ഒരാൾ ഓടിപ്പോയിട്ട് പർവ്വതത്തിന്റെ ഇടയ്ക്ക് യഊദു ബി മിന്നാരി, എന്റെ നരകത്തിൽ നിന്ന് കാവലും ചോദിച്ച് അതാ ഖേദിച്ചുകൊണ്ട് എന്നോട് ഇങ്ങനെ നരകത്തിൽ നിന്ന് കാവലും ചോദിച്ച് അതാ പർവ്വതത്തിന്റെ ഇടയ്ക്ക് കിടക്കുന്നുണ്ട് നിങ്ങളുടെ ഉമ്മത്തുകളിൽ നിന്നൊരാള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. പറഞ്ഞു, നിങ്ങൾ പോയി ആ പർവ്വതത്തിന്റെ ഇടയ്ക്ക് നിന്ന് സഅലബത്തിനെ പിടിച്ചുകൊണ്ട് വരണേ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. അവരത് ആ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോ ദുഫാഫത്ത് എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ പർവ്വതത്തിന്റെ ഇടയ്ക്കും ആട്ടിനെ മേക്കുന്ന പതിവുള്ള ആളാണ്. ദുഫാഫത്തിനോട് ചോദിച്ചു, ദുഫാഫത്തെ ഒരു ചെറുപ്പക്കാരനെ കണ്ടിരുന്നോ നീ? ദുഫാഫത്ത് പറഞ്ഞു, ജഹന്നമിൽ നിന്ന് ഓടിപ്പോയ ചെറുപ്പക്കാരനാണോ? ജഹന്നമിൽ നിന്ന് നരകത്തുനിന്ന് ഓടിപ്പായണമെന്ന നിലക്ക് ഓടിപ്പാഞ്ഞ ചെറുപ്പക്കാരനാണോ? ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, അതേ, ജഹന്നമിൽ നിന്ന് ഓടിയവൻ എന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അതേ ദുഫാഫത്തിന്റെ മറുപടി, രാത്രി പാതിരയായാൽ അദ്ദേഹം താഴ്വരയിലേക്ക് ഇറങ്ങി വരും, എന്നിട്ട് തലയങ്ങ് കയ്യിന്റെ മേലെ വെക്കും, എന്നിട്ട് അയാൾ ഉറക്കെ കരഞ്ഞങ്ങ് വിളിക്കും, യാ ലൈതക ഖബൽത റൂഹി ഫിൽ അർവാഹി വജസദി ഫിൽ അജ്സാദി വലാ തുജദ്ദിദ്നി ലി ഫസ്ലിൽ ഖളാഇ. അല്ലാഹുവേ, എന്റെ റൂഹ് നീ അങ്ങ് പിടിച്ചെങ്കിൽ, എന്നെ നീ അങ്ങ് മരിപ്പിച്ചെങ്കിൽ, റബ്ബേ,
ജനങ്ങളെ മുഴുവനും വിചാരണ ചെയ്യുന്ന ദിവസം എന്നെ ആ വിചാരണയ്ക്ക് നീ ഹാജരാക്കാതെ എന്നെ ഒന്ന് നീ രക്ഷപ്പെടുത്തിയെങ്കിൽ എന്നിങ്ങനെ പാതിരക്ക് തലയിൽ കയ്യും വെച്ച് റബ്ബിനോട് നിലവിളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പർവ്വതത്തിന്റെ ഇടയ്ക്ക് കാണുന്നുണ്ട്. അദ്ദേഹമാണോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അദ്ദേഹം തന്നെ. സുബ്ഹാനല്ലാഹ്. രണ്ടാളെയും കൂട്ടി ദുഫാഫത്തങ്ങ് പോയി. ഒരു രാത്രി അങ്ങോട്ട് ചെന്നു. അതാ അദ്ദേഹം വിളിച്ചു പറയുന്നത് കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ചാടി അങ്ങ് വീണു. ആ ചെറുപ്പക്കാരനെ ഇങ്ങ് പിടിച്ചു. ശബ്ദം കേട്ടപ്പോൾ ആ ചെറുപ്പക്കാർ അല്ലമാൻ മത്തൽ ഖലാസു മിനന്നാർ. ആ സഹാബിയായ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നു അല്ലമാൻ അൽ അമാൻ, രക്ഷ രക്ഷ രക്ഷ, നരകത്തിൽ നിന്ന് രക്ഷയപ്പോൾ, നരകത്തിൽ നിന്ന് രക്ഷയപ്പോൾ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അന ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബാണ്. അദ്ദേഹം അതാ അല്ലാഹുവിൽ ലയിച്ചു കിടക്കുന്ന സമയമാണ്, അതേ തൗബയിൽ ലയിച്ച സമയമാണ്. അപ്പൊ തന്നെ സലമത്തിന്റെ ചോദ്യം അലിമ റസൂലുള്ളാഹി ബിദംബി, എന്റെ ദോഷത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞുപോയോ? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മറുപടി ലാ ഇൽമ ലി, എനിക്കതറിയില്ല. ലാ അന്നഹു ദക്കറക ബിൽഅംസി അയ്യൻ അർസലനി ഇലൈക, നിന്നെ പറ്റി നല്ലതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്നെ നിന്നിലേക്ക് പറഞ്ഞയച്ചതാണ് കൂട്ടിക്കൊണ്ടുവരാൻ. നബി തങ്ങൾ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, എനിക്കൊന്നും അറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ ചെറുപ്പക്കാരന്റെ മറുപടി എന്നാ ഞാൻ നിങ്ങളെ കൂടെ വരാം, പക്ഷേ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോ അവിടുന്ന് നിസ്കരിക്കുന്ന സമയത്തെ അങ്ങോട്ട് എന്നെ കടത്തി കൊണ്ടുപോകാവൂ, അല്ലെങ്കിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഖദ് ഖാമത്തി സ്വലാത്ത് പറഞ്ഞതിന്റെ ശേഷം മാത്രമേ എന്നെ നിങ്ങൾ അങ്ങോട്ട് കടത്താവൂ. ചെല്ലുമ്പോൾ എനിക്ക് ആ മുഖം കാണാൻ പറ്റില്ല, ഞാൻ തെറ്റ് ചെയ്തു പോയി. തൗബ മനസ്സിന്റെ ഉള്ളിൽ ശരിക്കങ്ങ് കടന്നാൽ അങ്ങനെയല്ലേ സഹോദരന്മാരെ? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അതെ, ഞാൻ അങ്ങനെ ചെയ്തോളാം. ആ ചെറുപ്പക്കാരനെയും കൂട്ടി ഉമർ റളിയല്ലാഹു അൻഹു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വരികയാണ്. അതാ പള്ളിയിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോ അതാ അവിടെ തന്നെ സലമത്ത് ബോധം കെട്ടങ്ങ് വീണു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൽമാൻ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ തുടർന്ന് നിസ്കരിച്ചു. അതേ ബഹുമാനപ്പെട്ടവർ ബോധം കെട്ട് കിടക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു ഉമറേ, സൽമാനെ, സലമത്ത് എവിടെ? ഹുവലാ യാ റസൂലല്ലാഹ്, ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെ അതാ ബോധം കെട്ട് കിടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമീപത്തേക്ക് ചെന്നു, അനക്കി നോക്കി, ഉണർത്തി നോക്കി, എന്നിട്ടതാ പറയുന്നു മല്ലദീ ഗയ്യബക അന്നി, സലമത്തേ നീ എന്തേ എന്നിൽ നിന്ന് പോയി കളഞ്ഞത്? ഉടനെ തന്നെ സലമത്ത് പറയുന്നു ആ കിടക്കുന്ന സ്ഥലത്ത് പറഞ്ഞു നബി, എന്റെ കുറ്റം നബിയേ, എന്റെ തെറ്റ് നബിയേ. സഹോദരാ, തൗബ ഖൽബിന്റെ ഉള്ളിൽ ശരിക്കങ്ങ് കടന്നതല്ലേ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിക്കുകയാണ്. അലാ ഉഅല്ലിമുക ആയതൻ തംഹു ദുനൂബ വൽ ഖതായ, എല്ലാ തെറ്റും മായ്ച്ചു കളയുന്ന ഒരു ആയത്തിലേക്ക് ഞാനങ്ങ് പഠിപ്പിച്ചു തരട്ടെ. ബലാ യാ റസൂലല്ലാഹ്, എന്നല്ലേ കേൾക്കേണ്ടത്. എന്നാൽ ഖുൽ അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ, ദുനിയാവിലും എനിക്ക് നല്ലത് തരണം അല്ലാഹ്, ആഖിറത്തിലും നല്ലത് തരണം അല്ലാഹ്, നരക ശിക്ഷ എനിക്ക് കാക്കണം അല്ലാഹ്. നീ ദുആ അങ്ങ് നടത്തിക്കോ, അല്ലാഹ് സ്വീകരിക്കൂ. സലമത്തിന്റെ മറുപടി ഇന്ന നബിയാളമു മിന്നാലിക, എന്റെ തെറ്റ് അതിനെക്കാളും വലുതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ബൽ കലാമുല്ലാഹി അലമു, അല്ല സലമത്തെ, അല്ലാഹുവിന്റെ കലാം അതിനെക്കാളും വലുതാണ്. അല്ലാഹയല്ലേ പറഞ്ഞത് തൗബ ചെയ്താ സ്വീകരിക്കുന്നു, അല്ലാഹയല്ലേ പറഞ്ഞത് തെറ്റ് ചെയ്തവൻ അല്ലാഹുവിലേക്ക് മടങ്ങിയാ സ്വീകരിക്കുന്നു. അല്ലാഹുവിന്റെ കലാമല്ലേ നിന്റെ തെറ്റിനെക്കാളും വലുത്, അല്ലാഹുവിന്റെ കലാമല്ലേ സലമത്തെ. നീ വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോ, നീ ഇനി വിഷമിക്കണ്ട. ബഹുമാനപ്പെട്ട സലമത്തിനെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയാണ്. ബഹുമാനപ്പെട്ട സലമത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. 3 ദിവസം ബഹുമാനപ്പെട്ടവർ അതാ വീട്ടിൽ കിടന്നു, പക്ഷേ സുഖമില്ല, ശരീരത്തിന് സുഖമില്ല. അതേ സൽമാൻ റളിയല്ലാഹു അൻഹു ചെന്നു നോക്കി, സലമത്ത് രോഗിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു, ഖുദൂ, നബി തങ്ങളോട് വിവരം പറഞ്ഞു, സുഖമില്ലാതെ കിടക്കുകയാണ് സലമത്ത്. നബി തങ്ങൾ പറഞ്ഞു നമുക്ക് ചെന്നു നോക്കാം. അവിടെ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാത്ത തൗബ ചെയ്ത ചെറുപ്പക്കാരനല്ലേ,
വല്ലാതെ മനസ്സുകൊണ്ട് കഴിച്ച മഹാനല്ലേ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിങ്ങ് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, മടിയിലേക്ക് തലയങ്ങ് വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ തലയങ്ങ് വെച്ചപ്പോ സഅലബത്ത് മെല്ലെ തല വലിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മടിയിൽ നിന്ന് തല വലിക്കുകയാണ്. നബി തങ്ങൾ ചോദിക്കുന്നു, എന്റെ മടിയിൽ നിന്ന് എന്തിനാ സഅലബത്തെ നീ തല വലിക്കുന്നത്? ലിഅന്നഹു മൽആനും മിനദ്ദുനൂബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുപടി, എന്റെ തല തെറ്റ് ചെയ്തു പോയ തല തങ്ങളെ മടിയിൽ വെക്കാൻ പറ്റൂല നബിയേ. സഅലബത്തിന്റെ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, എന്താ നീ അനുഭവിക്കുന്നത്? പറഞ്ഞു, അജിദു മിസ്ല നബീബിൻ നംലി ബൈന ജിൽതി വ അളമി. എന്റെ തോലിന്റെയും എന്റെ എല്ലിന്റെയും ഇടയിൽ ഇറുമ്പിരിയും പോലെ തോന്നുന്നു. നബി തങ്ങളെ ചോദ്യം, ഫമാ തസ്തഹി, നീ എന്താണ് ആശിക്കുന്നത് സഅലബത്തെ? അതേ ബഹുമാനപ്പെട്ടവരെ മറുപടി, മഗ്ഫിറത്തു റബ്ബി, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരല്ല ഞാൻ ആശിക്കുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅലബത്തെ നിനക്കല്ല പുറത്ത് കഴിഞ്ഞു, നിന്റെ ദോഷമുള്ള പുറത്ത് കഴിഞ്ഞു. ഒരൊറ്റ ശബ്ദമാണ്, അവിടെ തന്നെ വീണങ്ങ് മരണപ്പെട്ടു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിപ്പിച്ചു കഫൻ ചെയ്തു. അവിടുന്ന് തന്നെ മയ്യിത്ത് നിസ്കരിച്ച് അവിടുന്ന് തന്നെ അതാ മയ്യിത്ത് കൊണ്ടുപോകുന്നതിലും അവിടുന്ന് തന്നെ പങ്കെടുത്ത് അതാ അവിടുന്ന് കാലിന്റെ വിരലിന്റെ മേലെ കുത്തി ഇങ്ങനെ നടക്കുന്നു. സഹാബത്ത് ചോദിക്കുന്നു, എന്താ നബിയെ തംസിയലാ തുറാഫി അനാമിലിക, കൈക്കാലിന്റെ വിരലുമ കുത്തി നടക്കുന്നത് എന്തേ നബിയെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ലം അസ്തതി അൻ അളഅ റിജ്ലൈ അലൽ അർളി മിൻ കസ്റതി മൻ ശയ്യാഹു മിനൽ മലായിക. വല്ലാത്ത തൗബ ചെയ്ത മഹാൻ, അദ്ദേഹത്തിന്റെ മയ്യിത്ത് പരിപാലനത്തിന് വന്ന മലക്കുകളുടെ വർദ്ധനവ് കൊണ്ട് കാല് നിലത്ത് കുത്താൻ സ്ഥലമില്ല. അല്ലാഹ് റഹ്മാനല്ലേ, അല്ലാഹ് റഹീമല്ലേ, അല്ലാഹ് ഗഫൂറല്ലേ, അല്ലാഹ് കരീമല്ലേ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തു പോയ ചെറുപ്പക്കാരാ, തെറ്റ് ചെയ്തു പോയ സഹോദരിമാരെ, തെറ്റ് ചെയ്തു പോയ ഉമ്മമാരെ, തെറ്റ് ചെയ്തു പോയ സഹോദരന്മാരെ, ആശപറിയല്ല, അല്ല ദോഷം വെറുക്കും. പക്ഷേ മനസ്സുകൊണ്ട് ഖേദിച്ചു മടങ്ങണം. പക്ഷെ അത് പിന്നെയാകാമെന്ന് വെക്കല്ല. കാരണം പിന്നേക്ക് വെക്കാൻ പിന്നെ എത്ര ദിവസം ജീവിക്കുമെന്നതിന് ഗ്യാരണ്ടിയില്ല, എത്ര മണിക്കൂർ എന്നതിന് ഗ്യാരണ്ടിയില്ല, എത്ര മിനിറ്റ് എന്നതിന് ഗ്യാരണ്ടിയില്ല. അതുകൊണ്ട് തന്നെ നാം തൗബ ചെയ്ത് മടങ്ങണം, മനസ്സുകൊണ്ട് ഖേദിക്കണം, ഇനിമേലിൽ ഒരു തെറ്റും ചെയ്യില്ലെന്ന് ഉറപ്പിക്കണം. എന്നിട്ട് അല്ലാഹുവിനോട് ഖേദിച്ച് പറയണം. അപ്പോൾ അല്ലാഹ് സ്വീകരിക്കും. ആളുകൾക്ക് എന്തെങ്കിലും അവകാശങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തു വിട്ടിയേക്കണം, ഇല്ലെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിച്ചേക്കണം. ഖളായി പോയ നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ അത് ഖളായി വിട്ടാൻ തുടങ്ങിയേക്കണം, ചെയ്യുന്ന തെറ്റങ്ങൾ നിർത്തിയേക്കണം. എന്നിട്ട് മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദം വേണം. ഞാൻ തൗബ ചെയ്തു എന്ന് നാവ് കൊണ്ട് പറഞ്ഞാ പോരാ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിയാൽ പോരാ, അത് ചൊല്ലണ്ടെന്നല്ല. അതേ സമയത്ത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് വരണം തൗബ. ഉത്ലുബ് മതാബൻ ബിന്നദമതി മുഖ്ലിഅ വബിഅസ്മി തർകി ദംബി ഫീമാ ഇസ്തഖബല വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ലാദമി ഫലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മില. 4 നിബന്ധന. മനസ്സിന്റെ ഉള്ളിൽ ഖേദം, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് നിർത്തൽ, അതേ ഹക്കുകൾ കൊടുത്തു വീട്ടാൻ വേണ്ടി തുടങ്ങി ശ്രമിച്ച് കൊടുത്തു വീട്ടൽ, അതിന്റെ പുറമെ ഇനിമേൽ ചെയ്യില്ലെന്ന് ഉറപ്പിക്കൽ. ഓ സഹോദരന്മാരെ, അതെ അതോടുകൂടെ തന്നെ ഹക്കുകൾ കൊടുത്തു വിട്ടൽ. ചെയ്യുന്ന തെറ്റ് നിർത്തി, ഇനി ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു. എന്നിട്ട് നമ്മൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. അല്ലാഹുവേ, ഞങ്ങളുടെ അടിമകളാണ്, നീ ഞങ്ങളെ രാജാവാണ്, ഞങ്ങളെ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. റബ്ബേ, ആരാണ് ഞങ്ങളിൽ തെറ്റ് ചെയ്യാത്തവർ? ഉപദേശിക്കാൻ യോഗ്യതയും പാവപ്പെട്ടവര് തീരെയില്ല. ഞങ്ങളെല്ലാം പാപം ചെയ്ത അടിമകൾ. നീയോ ഏത് പാപികൾക്കും ഖേദിച്ച് മടങ്ങിയാൽ മാപ്പ് കൊടുക്കുന്ന രാജാവ്. റബ്ബേ, ഞങ്ങളെല്ലാം നിന്നിലേക്ക് കൈ ഉയർത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനേ, മാപ്പാക്കണേ റഹ്മാനേ. ഞങ്ങളെ ഉമ്മവാപ്പമാർക്ക് മാപ്പാക്കണേ റഹ്മാനേ, ഞങ്ങളെ കുടുംബങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനേ, ഭാര്യമാര് സന്താനങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനേ, ഉസ്താദുമാര് ശിഷ്യന്മാർക്ക്
മാപ്പാക്കണേ റഹ്മാനെ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകൾ ഞങ്ങളെ സദസ്സിൽ വന്നവരാരോ, ഞങ്ങളുടെ ദീനീ പ്രവർത്തനത്തിൽ സഹായിച്ചവരാരോ, ഞങ്ങളെ മനസ്സുകൊണ്ട് ദീനിനു വേണ്ടി സ്നേഹിച്ചവരാരോ, എല്ലാവർക്കും മാപ്പ് ചെയ്യണേ റഹ്മാനേ. ഞങ്ങൾക്കെല്ലാം നീ മാപ്പ് ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം റഹ്മാനേ. ദുആ ഇജാബത്തുള്ള മജ്ലിസാക്കണേ റഹ്മാനേ.